അടുത്ത 5 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ മുഴുവൻ യുവാക്കളും നൈപുണ്യം ലഭിച്ചവരായി മാറുമെന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. ഇത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 4 വോട്ട് കിട്ടാൻ ബിജെപി കാണിക്കുന്ന കുതന്ത്രങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയായിരിക്കും. സൈബർ സുരക്ഷ, സെമി കണ്ടക്ടർ മേഖലകളിൽ ടാലന്റ് ഹബ്ബായി തിരുവനന്തപുരം മാറുമെന്നും അറിവിനോടൊപ്പം നൈപുണ്യ വൈദഗ്ധ്യവും നേടുന്നത് ഭാവിയിലെ അനന്ത സാധ്യതകൾക്കാണ് വഴി തുറക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. നിലവിലെ കാലഘട്ടത്തിൽ പരിചയസമ്പത്തിനൊപ്പം നൈപുണ്യവുമാണ് ഒരു വ്യക്തിയുടെ വിജയമന്ത്രം. പല മുൻനിര കമ്പനികളും ഡിജിറ്റൽ നൈപുണ്യമാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. അതേസമയം പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയം തിരുവനന്തപുരത്തെ മാറ്റിമറിക്കുമെന്നും ബിജെപി സ്ഥാനാർത്ഥി പറഞ്ഞു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച അമ്പയെ തകർന്ന സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരവും കരുത്തുറ്റതുമായ സമ്പദ്വ്യവസ്ഥയായി മാറ്റി. പ്രധാനമന്ത്രി മോദിജിയുടെ നേതൃത്വത്തിനു കീഴിലുണ്ടായ പുരോഗതി അനുഭവിക്കാൻ CPIMന്റെ സാന്നിധ്യം മൂലം കേരളത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും നേതാവ് ആരോപിക്കുന്നുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ കേരളം പിന്നോക്കം പോകാതിരിക്കാനും കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വികസനം ത്വരിതപ്പെടുത്താനും തിരുവനന്തപുരത്തെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോളജി, ടൂറിസം, ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനും നമുക്ക് കഠിനമായി പരിശ്രമിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകിയിരിക്കുകയാണ്. അതേസമയം സൈബർ സെക്യൂരിറ്റി, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ് ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ യുവാക്കളായ മലയാളികൾ ഏറെ കഴിവാണ് പ്രകടിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഈ രംഗത്തെ പ്രമുഖ കമ്പനികൾ തിരുവനന്തപുരത്ത് എത്തുമെന്ന് ഉറപ്പുണ്ടെന്നും വരും വർഷങ്ങളിൽ കേരളത്തിലെ 4 ലക്ഷത്തോളം യുവജനങ്ങൾ PMKVY പദ്ധതിക്ക് കീഴിൽ വിവിധ തൊഴിലുകൾ പരിശീലനം നേടുമെന്നും ഭാവിയിലെ വ്യവസായങ്ങൾക്കു വേണ്ട വൈദഗ്ധ്യം നേടിയവരുടെ അവസരങ്ങൾ കൂടുതൽ വിപുലമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും തിരുവനന്തപുരത്ത് BJPയുടെ ഉന്നം യുവാക്കളാണെന്ന് ഉറപ്പായി. ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരായ യുവാക്കൾ ഇന്ത്യയിലാണെന്ന സത്യം രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോഴാണ് കേരളത്തിൽ യുവാക്കളെ വെറും മോഹന വാഗ്ദാനങ്ങൾ നൽകി BJP തളച്ചിടാൻ നോക്കുന്നത്. അത്തരം വാഗ്ദാനങ്ങളിൽ മയങ്ങുന്ന യുവാക്കൾ ഏതായാലും കേരളത്തിലില്ല. അതേസമയം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും തൃശൂരിൽ സുരേഷ് ഗോപിയും അടക്കം 12 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP എത്തിയത് ഈ അടുത്ത ദിവസമാണ്. PC ജോർജിനെ വെട്ടി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെയാണ് BJP കളത്തിലിറക്കിയിരിക്കുന്നത്. MT രമേശിനും ശോഭാ സുരേന്ദ്രനും സീറ്റ് നൽകി ഗ്രൂപ്പ് സമവാക്യങ്ങളും പാലിച്ചു. കേരളത്തിൽ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമായ തിരുവനന്തപുരത്ത് പാർട്ടിക്ക് പുറത്തുനിന്നുള്ള പ്രമുഖരെ അടക്കം പരിഗണിച്ചെങ്കിലും ഒടുവിൽ നൈപുണ്യ വികസന IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനാണ് നറുക്കുവീണത്. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ രാജീവ് 2018 BJP അംഗത്വമെടുത്തത്. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നിന്ന്. മണ്ഡലത്തിന്റെ സ്വഭാവമാണ് മറുനാടൻ മലയാളിയാണെങ്കിലും രാജീവിനെ മത്സരിപ്പിക്കാൻ BJP നേതൃത്വത്തിന് പ്രതീക്ഷ നൽകുന്നത്. ഇനിയെല്ലാം തന്നെ കണ്ടു തന്നെ അറിയാം.